വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ലോകത്തെ സുഖഭോഗങ്ങൾ അത് വഞ്ചനയല്ലാതെയല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. മനുഷ്യരെ, നിങ്ങൾ അധ്വാനിക്കേണ്ടത് ദുനിയാവിന് വേണ്ടിയല്ല. നിങ്ങൾ വേഗത്തിൽ ധൃതി കാണിച്ചു പോകേണ്ടത് വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. നിങ്ങൾ ധൃതി കാണിക്കേണ്ടത് അല്ലാഹു തമ്പുരാൻ നൽകുന്ന പാപമോചനത്തിലേക്കാണ്. നിങ്ങൾ ധൃതി കാണിക്കേണ്ടത് സ്വർഗലോകത്തേക്കാണ്. ഇന്ന പ്രവർത്തനം നിങ്ങൾ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന അമലുകൾ നിങ്ങൾ ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന വാഗ്ദാനം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ആ വാഗ്ദാനത്തിലേക്കാണ് നിങ്ങൾ ധൃതി കാണിക്കേണ്ടത്, അല്ലാതെ ഭൗതിക ലോകത്തേക്കല്ല. അത് വഞ്ചനയുടെ ലോകമാണ് എന്ന് അല്ലാഹു പറഞ്ഞു വെക്കുകയാണ്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഭൗതിക ലോകം ഒരുപാട് ഉപമകളിലൂടെ, ഉദാഹരണങ്ങളിലൂടെ അല്ലാഹു തമ്പുരാൻ നമ്മുടെ മുമ്പിൽ ഈ നശ്വരമായ സാഹചര്യത്തെ വിശദീകരിച്ചിരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളിരിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ. നബിയേ, ഭൗതികമായ ലോകത്തിന്റെ ഈ ജീവിതത്തിന്റെ ഉപമ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഉദാഹരിച്ചു കൊടുക്കണം. എന്താണ് ഈ ദുനിയാവിലെ ജീവിതം? എന്താണ് ഇവിടെയുള്ള സുഖങ്ങൾ? എന്താണ് ഇവിടെയുള്ള സൗകര്യങ്ങൾ? നമ്മളൊക്കെ അത് അനുഭവിക്കുന്നവരാണ്. ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇത്രയും കാലത്തെ നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ എന്തെല്ലാം സൗകര്യങ്ങളിലൂടെ മുന്നോട്ട് വന്നവരാണ്. വായു ശ്വസിച്ച്, ഭക്ഷണം കഴിച്ച്, വസ്ത്രങ്ങൾ ധരിച്ച്, ആരോഗ്യത്തോടുകൂടെ ജീവിച്ച്, ചുറ്റുപാടുകളെ തിരിച്ചറിഞ്ഞ്, നമ്മുടെ എല്ലാ അവയവങ്ങളുടെയും ആരോഗ്യം നമ്മൾ അറിഞ്ഞ് അങ്ങനെ ജീവിച്ച് നിങ്ങൾ വരുമ്പോൾ ഭൗതികമായ ലോകത്തിന്റെ ഉപമ നിങ്ങൾ മനസ്സിലാക്കണേ. അത് മഴവെള്ളം പോലെയാണ്. ആ മഴവെള്ളം അൻസൽനാഹു മിനസ്സമാ, ആകാശലോകത്ത് നിന്ന് ആ മഴവെള്ളം നാം വർഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ മഴ ഭൂമിയിൽ പെയ്തപ്പോൾ ഭൂമി ആ വെള്ളത്തെ സ്വീകരിക്കുകയും അതിലൂടെ ഒരുപാട് സസ്യലതാദികൾ ദുനിയാവിൽ ഉണ്ടാവുകയും ചെയ്തു, ഈ ഭൂമിയിൽ ഉണ്ടാവുകയും ചെയ്തു. ഫഖ്തലത ബിഹി നബാതുൽ അർള്, ഈ ഭൂമിയിലുള്ള സസ്യങ്ങളെല്ലാം ഇടതൂർന്ന് വളരുകയാണ്. പച്ച പിടിച്ച നെൽപ്പാടം നമ്മൾ കാണാറില്ലേ? ഹരിതാപമായ വയലുകൾ നമ്മൾ കാണാറില്ലേ? അത് കാണുമ്പോൾ എന്തൊരു ചന്തമാണ്. ആ നെൽക്കതിരുകൾ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ്. അതിന്റെ നിറം എത്രമേൽ നയന മനോഹരമാണ്. നമ്മളത് ആസ്വദിക്കാറുണ്ടല്ലോ. അതിങ്ങനെ കാണുമ്പോ ഒരു ചെറിയ വളവ് പോലുമില്ലാതെ, ഒരു ചെറിയ അനാരോഗ്യം പോലുമില്ലാതെ ഊർജ്ജസ്വലതയോടുകൂടെ നിൽക്കുന്ന ആ നെൽക്കതിരുകൾ ഈ വെള്ളം കൊണ്ട് അല്ലാഹു തമ്പുരാൻ സൃഷ്ടിച്ച മനോഹാരിതയാണ്. ഈ മഴവെള്ളം കൊണ്ട് അല്ലാഹു തമ്പുരാൻ ഒരുക്കിയ ഭൗതിക ലോകത്തെ ഏറ്റവും വലിയ കാഴ്ചയാണ്. എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒന്നുകിൽ അത് കൊയ്തെടുക്കുകയോ അതല്ലെങ്കിൽ നന്നായി വെയിലുണ്ടാവുകയോ, ആ വെയിലിൽ അതെല്ലാം കരിഞ്ഞുണങ്ങുകയോ ചെയ്താൽ ഈ നെൽവയലിന്റെ കാഴ്ച നിങ്ങൾ കാണാറില്ലേ? ഫഅസ്ബഹ ഹശീമൻ തദുറൂഹു റിയാഹ്, കാറ്റുകളിൽ പാറിപ്പറക്കുന്ന കച്ചിത്തുരുമ്പുകളായി നിങ്ങൾക്ക് ആ നെൽവയലുകളെ കാണാൻ കഴിയും, നിങ്ങൾക്ക് ആ സസ്യലതാദികളെ കാണാൻ കഴിയും, നിങ്ങൾക്ക് ആ ഗോതമ്പിന്റെ പാടങ്ങളെ കാണാൻ കഴിയും. എന്നതുപോലെയാണ് ആ ഹരിതാപമായ വയലുകളിൽ ആരോഗ്യത്തോടെ നിൽക്കുന്ന നെൽക്കതിരുകൾ പോലെ നിങ്ങൾക്കിന്ന് ആരോഗ്യമുണ്ട്, നിങ്ങൾക്കിന്ന് സൗകര്യങ്ങളുണ്ട്, നിങ്ങൾക്കിന്ന് സമ്പന്നതയുണ്ട്, നിങ്ങൾക്കിന്ന് എല്ലാം മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയും തന്റെ ഇടവുമുണ്ട്. ഒരാളെയും ആശ്രയിക്കാതെ കഴിയുവാനുള്ള മനഃശക്തിയും നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇത് ദുനിയാവാ,
ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആ സസ്യങ്ങളും വൃക്ഷങ്ങളുമെല്ലാം പാറിപ്പോകുന്നത് പോലെ, നശിച്ചു പോകുന്നത് പോലെ നിങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കുവാനുള്ളതാണ്, നിങ്ങളുടെ സമ്പത്ത് നശിക്കുവാനുള്ളതാണ്, നിങ്ങളുടെ ഈ ആയുഷ്കാലം തീർന്നു പോകാനുള്ളതാണ്. അല്ലാഹു തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറാ. എല്ലാ സംഗതികളുടെയും മേലിൽ കൃത്യമായ തീരുമാനമെടുക്കാൻ കഴിയുന്നവൻ അല്ലാഹു തമ്പുരാനാണ്. ഈ കാര്യം പറഞ്ഞിട്ടാണ് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു എന്റെയും നിങ്ങളുടെയും ഖൽബിലേക്ക് ഏറ്റവും ശക്തമായ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചിന്തയെ ഉണർത്തിയിട്ട് തരുന്നത്. അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽബാഖിയാത്തുസ് സ്വാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ. സമ്പത്തും സന്താനങ്ങളും അത് ഭൗതിക ലോകത്തിന്റെ അലങ്കാരങ്ങൾ മാത്രമാണ്. നിങ്ങൾ ആ അലങ്കാരങ്ങളെ താല്പര്യത്തോടെ കാണരുത്. അത് അത്യാവശ്യത്തിന് മാത്രം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അലങ്കാരം എന്നത് നിലനിൽപ്പിന് ആവശ്യമില്ലാത്ത ഒരു സംഗതിയാണ്. അതുണ്ടെങ്കിൽ അതിലേക്ക് നോക്കും, അത് കാണും, അതിനെ ഇഷ്ടപ്പെടും. ഭൗതിക ലോകത്തിന്റെ ഈ അലങ്കാരങ്ങൾ നിങ്ങൾ ആസ്വദിക്കരുത്. ആ ഭൗതിക ലോകത്തെ ഈ സംഗതികളിൽ നിന്ന് വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, ഏറ്റവും ഉത്തമമായ അവശേഷിപ്പുകളാണ് നിങ്ങളുടെ സമ്പാദ്യങ്ങളിൽ നിന്ന്, നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമമായ അവശേഷിപ്പുകളാണ്. നിങ്ങൾക്ക് സമ്പാദ്യമുണ്ടായി, രങ്ങാട്ടൂരിലെ പള്ളിക്ക് വേണ്ടി നിങ്ങൾ ആ സമ്പാദ്യങ്ങളിൽ നിന്ന് കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടല്ലോ. നിങ്ങൾക്ക് അല്ലാഹു അതിന് പരലോകത്ത് തരുമെന്ന് പ്രതീക്ഷയുണ്ടല്ലോ. നിങ്ങളുടെ എത്രയോ സമ്പത്തിന്റെ ഭാഗങ്ങൾ നിങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ മദ്രസക്ക് വേണ്ടി കൊടുത്തത്, നിങ്ങളുടെ സന്താനങ്ങളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചത്, നിങ്ങളുടെ സന്താനങ്ങളെ നിങ്ങൾ ദീനുള്ളവരാക്കിയത്. ഞാൻ പറയട്ടെ, മജ്ലിസുന്നൂർ ചെല്ലാൻ ഈ ഇരിക്കുന്ന സദസ്സിലേക്ക് നമ്മളൊക്കെ എത്തിച്ചേർന്നത് നമ്മുടെ മാതാപിതാക്കളുടെ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ. പ്രതീക്ഷയാലും പ്രതിഫലത്താലും റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായത് ഏറ്റവും നല്ല അവശേഷിപ്പുകൾക്കാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. ഐഹികമായ ലോകത്ത് നിന്ന് നമ്മൾ കരഗതമാക്കേണ്ടത് ആ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് മാത്രമാണ്. ദുനിയാവിന്റെ നശ്വരമായ സാഹചര്യം, ഭൗതികമായ ലോകം ഇന്ന് നമ്മെ എല്ലാ സന്തോഷങ്ങളുടെയും പ്രലോഭനങ്ങളോടെയും പ്രചോദനങ്ങളിലൂടെയും നമ്മെ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും 100% എന്ന് തന്നെ പറയാൻ കഴിയുന്ന സാഹചര്യം. നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ, നേരത്തെ ഇവിടെ അഷ്റഫ് സൂചിപ്പിച്ചതുപോലെ, അള്ളാഹുവിന് വേണ്ടി പഠിക്കുന്ന ആളുകൾ, അത് പഠിപ്പിക്കുന്ന ആളുകൾ, അത് പ്രബോധനം ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ളവരിൽ വരെ ഈ ഒരു പ്രമത്തത വല്ലാതെ കുടിയേറിയ കാലത്ത് അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൂണ്ടിക്കാണിച്ച ഭൗതിക ലോകത്തിന്റെ നശ്വരതയെ തിരിച്ചറിയുകയല്ലാതെ നമുക്ക് യാതൊരു നിർവാഹവുമില്ല. അതെന്താണെന്നറിയോ? ഒരിക്കൽ അനുയായികളോടുകൂടെ ഹബീബായ പ്രവാചകർ ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ ചത്തുപോയ ഒരു ആടിന്റെ മൃതശരീരം കണ്ടു. പ്രവാചകർ കൂടെയുള്ളവരോട് ചോദിച്ചു, അതറൗന ഹാദിഹി ശാത്ത് ഹയ്യിനതൻ അലാ അഹ്ലിഹാ, ഈ ആട് ഇതിന്റെ ഉടമസ്ഥന്മാർക്ക് നിസാരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അവര് പറഞ്ഞു, നബിയേ, മിൻ ഹവാനിഹാ അൽഖൂഹാ, നിസാരമായത് കൊണ്ടാണല്ലോ അവരാരുമില്ലാത്തടത്ത് കൊണ്ടുവന്നിട്ട് ഇതിനെ ഉപേക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ അടുക്കലാണോ ആ അല്ലാഹു തന്നെയാണ്. എന്തിനേക്കാൾ
മിൻ ഹാദിഹി ശാത്തി അലാ അഹ്ലിഹാ, ഈ ആടിനെ അതിന്റെ ഉടമസ്ഥന്മാരായിരുന്നവർക്ക് എത്ര നിസ്സാരമായിരുന്നോ അതിനേക്കാൾ നിസ്സാരമാണ് അല്ലാഹുവിന് ഈ ദുനിയാവെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഞാൻ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ കൈവശമുള്ള ഏതെങ്കിലും സാധനങ്ങൾ നിങ്ങൾ നിസ്സാരമായി കാണുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കണ്ണട നിങ്ങൾ നിസ്സാരമായി കാണുന്നുണ്ടോ? ഞാൻ പറയാണ് നിങ്ങളുടെ കണ്ണട എനിക്ക് വേണം, ഞാൻ പറയാണ് നിങ്ങളുടെ വാച്ച് എനിക്ക് വേണം, നിങ്ങളുടെ ആ വസ്ത്രം എനിക്ക് വേണം, നിങ്ങളുടെ തലയിലുള്ള ആ തൊപ്പി എനിക്ക് വേണം, നിങ്ങൾ ഇപ്പൊ തരണ്ട, നിങ്ങൾ വീട്ടിൽ പോയിട്ട് സൗകര്യം പോലെ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ 2 കൊല്ലം പഴക്കമുള്ള നമ്മുടെ ഷർട്ട് കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമോ? എത്രയോ മാസങ്ങളായി നമ്മൾ ഉപയോഗിച്ച് പഴകിയ നമ്മുടെ മൊബൈൽ ഫോൺ കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമോ? ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിസ്സാരമായി കാണുന്ന സംഗതികളല്ല. അതൊക്കെ പ്രാധാന്യമുള്ളതാണ്, അതിനൊക്കെ നമ്മൾ മൂല്യം കാണുന്നുണ്ട്, അതിനൊക്കെ നമ്മൾ വില കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ലാഹു തമ്പുരാൻ അത്ര പോലും വില ഈ ദുനിയാവിന് കാണുന്നില്ല. അല്ലാഹു റഹ്മാനാണ്, അവൻ എല്ലാവർക്കും ഇഷ്ടമുള്ളതിനനുസരിച്ച് കൊടുക്കുകയാണ്, അവന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് കൊടുക്കുകയാണ്. അത് പറഞ്ഞിട്ട് റസൂലുള്ള പറയുന്നു, വലൗ കാനത്തിദ് ദുനിയാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊല. മൈക്കക്കാരാ, തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊല. ആരാ മൈക്കക്കാരനാരാ? തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊല. ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്ങാനും ഭൗതികമായ ലോകത്ത് അല്ലാഹു തമ്പുരാൻ ഈ ഭൗതിക ലോകത്തിന് നൽകിയിരുന്നുവെങ്കിൽ അവിടുന്ന് പറയാണ്, മാ സഖാ കാഫിറൻ മിൻഹാ ശുർബത മാ, അതിൽ നിന്നൊരു മുറുക്ക് വെള്ളം പോലും അല്ലാഹു തമ്പുരാൻ ഒരു നിഷേധിയെ, ഒരു നന്ദികേട് കാണിക്കുന്നവനെ അല്ലാഹു കുടിപ്പിക്കില്ലായിരുന്നുവെന്ന് ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്ക സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മൾ ചിന്തിക്കൂ, എന്താണ് ഇപ്പൊ ദുന്യാവിന്റെ പിന്നാലെ പോയാലുള്ള പ്രശ്നം? ഒരു പ്രശ്നമേ ഉള്ളൂ, മരണമെന്ന ഒരവസ്ഥയുണ്ടല്ലോ. മഹാനായ ഖാബിദുൽ അർവാഹ് നമ്മുടെ അടുക്കലേക്ക് വരുമല്ലോ. മഹാനായ അസ്രാഈൽ അലൈഹിസ്സലാം നമ്മുടെ ജീവൻ കാലിന്റെ പെരുവിരലിന്റെ അഗ്രത്തിൽ നിന്ന് വലിച്ചൂരിയെടുക്കുമല്ലോ. വരുന്നില്ല എന്ന് പറയാൻ തയ്യാറാകുന്നതാരാ? ഒരല്പസമയം എനിക്ക് സമയം തരുമോ എന്ന് ചോദിക്കുന്നതാരാ? അവരാണ് ദുന്യാവിനോട് പ്രേമമുള്ളവർ, അവരാണ് ദുന്യാവിന്റെ അഹ്ലുകാർ. എനിക്ക് കഴിയില്ല, ഒരല്പസമയം കൂടെ തരുമോ? എന്റെ ദുന്യാവിലെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഞാൻ മറന്നുപോയിരുന്നു എന്ന് പറയുന്നത് ഈ ദുന്യാവിനോടുള്ള പ്രേമത്തോടുകൂടെ ഐഹികമായ ലോകത്ത് ജീവിച്ചവരായിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ പറയൂ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു. നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. ഈ ചെറുപ്പക്കാരൻ തൻ്റെ ഉപ്പയോട് പോയി പറഞ്ഞു, ഉപ്പ, ഞാൻ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉപ്പ പറഞ്ഞു, നല്ലത്, ഏതായാലും നിനക്കുള്ള കുട്ടിയെ നീ തന്നെ കണ്ടെത്തിയല്ലോ, സന്തോഷം. ഞാനും ഒന്ന് കാണട്ടെ നിനക്ക് യോജിച്ചതാണോ അല്ലേ എന്ന്. ഏതായാലും ഉപ്പയും മോനും കൂടെ ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോയപ്പോൾ ഉപ്പയുടെ മട്ടുമാറി. ഉപ്പ പറഞ്ഞു, മോനെ, ഇവളെ കല്യാണം കഴിക്കാനുള്ള യോഗ്യത നിനക്കില്ല, ഇവളെ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, നീ വേറെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചോ. വാപ്പയും മോനും കൂടെ ഭയങ്കര അടി. കല്യാണത്തിന്റെ സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് വാപ്പയും മോനും തമ്മിലുള്ള പ്രശ്നം എന്താണ്? ഇവളെ ഞാൻ കല്യാണം കഴിച്ചോളാന്ന് വാപ്പ, ഞാൻ കല്യാണം കഴിച്ചോളാന്ന് മോന്. ഇവിടെ ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലല്ലോ. ഓ, നിങ്ങളുടെയൊക്കെ ചിരിക്കാത്ത മുഖം കാണുമ്പോൾ അങ്ങനെയാ തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാകലുണ്ട്. ഏതായാലും ഇവർ 2 പേര് തമ്മിലുള്ള പ്രശ്നവും പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസുകാരൻ ചോദിച്ചു, നാണമില്ലേ നിങ്ങൾക്ക്? ഒരു പെണ്ണിൻ്റെ പേരിൽ ഇങ്ങനെ കലാപം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇത്ര ലജ്ജയില്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞാൻ അവളെ ഒന്ന് കാണട്ടെ,
പോലീസുകാരൻ വന്ന് കണ്ടപ്പോൾ, ഉദ്യോഗസ്ഥൻ വന്ന് കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞു, ഈ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയ പെണ്ണല്ല ഇവള്, ഇവൾക്ക് വേണ്ടത് നല്ല ഒരു കരുത്തനെയാണ്, അതിന് സർവഥാ യോഗ്യൻ ഞാനാണ് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇവരോട് രണ്ടുപേരോടും പോയി പണി നോക്കാൻ പറഞ്ഞു. പ്രശ്നം 3 ആളുകൾ തമ്മിലായി. വിഷയം മന്ത്രിയുടെ അടുക്കലെത്തി. മന്ത്രി ഇവരെ കളിയാക്കി. ഒടുവിൽ മന്ത്രി പറഞ്ഞു, എന്നാൽ ഞാൻ അവളെ ഒന്ന് കാണട്ടെ. മന്ത്രി കണ്ടപ്പോൾ മന്ത്രിക്ക് വേണം ആ പെണ്ണിനെ. അതും കഴിഞ്ഞ് രാജാവിന്റെ അടുക്കൽ വിഷയമെത്തിയപ്പോൾ രാജാവ് ഇവരെ 4 പേരെയും വല്ലാതെ ബത്സിച്ചു. ഒടുവിൽ രാജാവ് ഈ സുന്ദരിയെ കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കാം ഇവളെ, നിങ്ങൾക്ക് 4 പേർക്കും ഞാൻ ഇവളെ വിട്ടുതരില്ല. എന്റെ അന്തപുരത്തിലെ റാണിയായി ഞാൻ ഇവളെ വാഴിക്കാൻ ഉദ്ദേശിക്കുന്നു. 5 പേരും തമ്മിൽ ഭയങ്കര ബഹളം. അവസാനം ആധുനിക കാലത്തെ പെണ്ണുങ്ങളാകുമ്പോൾ, പഴയ കാലമൊന്നുമല്ല, പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മയും ബാപ്പയും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആയിക്കോട്ടെ, അത് തന്നെയാണ് എൻ്റെ ഇഷ്ടം. അതിനുശേഷം പിന്നെ ഒരു കാലം ഉണ്ടായി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ലാഹു ആലം. അന്നത്തെ കാലത്തൊക്കെ പെണ്ണ് കാണാൻ ചെന്നാൽ ചോദിക്കും, എത്രേ, എനിക്ക് നിന്നെ ഇഷ്ടമായി, നിനക്ക് എന്നെ ഇഷ്ടമായോ എന്ന്. മറുപടി ഒന്നും പറയില്ല എന്നാ കേട്ടത്. പകരം കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് നിലത്തൊരു വര ഇങ്ങനെ വരക്കുന്ന, എന്നെ കല്യാണം കഴിച്ചാൽ നിന്നെ ഞാൻ വരച്ച വരയിൽ നിർത്തും എന്നാണ് അത്രേ അതിൻ്റെ അർത്ഥം. രാങ്ങാട്ടൂരൊക്കെ അങ്ങനെ നിർത്തപ്പെടുന്ന ആളുകളുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മതി. എങ്ങനെയാണ്, വരച്ച വരയിലാണോ വരക്കാടെ തന്നെ വരയിൽ നിർത്തുന്നുണ്ടോ എന്നുള്ളത്. ഏതായാലും ആവട്ടെ, ഇന്നത്തെ കാലത്തുള്ള പെണ്ണുങ്ങളുടെ സ്വഭാവം പോലെ ഈ സുന്ദരി പറഞ്ഞു, നിങ്ങൾ കുറേ നേരമായല്ലോ എന്നോട് തർക്കിക്കാൻ തുടങ്ങിയിട്ട്, ഞാൻ പറയാം എന്നെ ആര് കല്യാണം കഴിക്കണം. ഞാനൊരു മത്സരം നടത്താൻ പോവുകയാണ്. എന്താ മത്സരം? ഓട്ടം. ഞാൻ ഓടും, എന്റെ പിന്നാലെ നിങ്ങളോടണം. നിങ്ങൾ എന്റെ പിന്നാലെ ഓടി ആരാണോ എന്നെ തൊടുന്നത്, ആരാണോ എന്നെ സ്പർശിക്കുന്നത്, അവർക്കാണ് എന്നെ കല്യാണം കഴിക്കാനുള്ള അവസരമുണ്ടാകുന്നത്. ഏതായാലും ഇവൾ ഓടാൻ തുടങ്ങി. 5 ആളുകളും പിന്നാലെ, രാജാവും മന്ത്രിയും വാപ്പയും മോനും എല്ലാവരും. പക്ഷേ ഇവളെ തൊടാൻ കഴിയുന്നില്ല. പോകുന്ന വഴികളിൽ വലിയ ഗർത്തങ്ങൾ ഉണ്ടാകുന്നു, ഇരുട്ടുണ്ടാകുന്നു, വലിയ ഇടുങ്ങിയ വഴികളുണ്ടാകുന്നു, വിശാലമായ മരുഭൂമി ഉണ്ടാകുന്നു. ഓടുന്നതിനനുസരിച്ച് ഇവർ തളരുന്നു, ഇവർ ആകെ കുഴയുന്നു, പിന്നെയും എഴുന്നേറ്റോടുന്നു. ഒടുവിൽ 5 ആളുകൾക്കും ഇവളെ കിട്ടിയില്ല. പല രീതിയിൽ പലരും പിന്മാറിപ്പോയി, ചിലർ തളർന്നു വീണുപോയി, അതിൽപ്പെട്ട ചിലർ വേദന കൊണ്ട്, ക്ഷീണം കൊണ്ട് മരിച്ചുപോയി. 5 ആളുകളിൽ ഒരാൾക്കും ഇവളെ കിട്ടിയില്ല. അവൾ എല്ലാവരെയും കാണാത്തവരിടത്തെത്തിയപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു, എന്നെ മനസ്സിലായില്ലേ, ഞാനാണ് ദുനിയാവ്, ഞാനാണ് ഐഹികമായ ലോകം. നിങ്ങൾ എല്ലാവരും എന്റെ പിന്നാലെ വരുന്നു, നിങ്ങൾ എല്ലാവരും എന്നെ പ്രാപിക്കാൻ വരുന്നു, എന്നെ ഒന്ന് സ്പർശിക്കാൻ വരുന്നു. പക്ഷേ നിങ്ങൾക്കെന്നെ കിട്ടില്ല, നിങ്ങൾക്കെന്നെ സ്പർശിക്കാൻ കഴിയില്ല, നിങ്ങൾക്കെന്നെ തൊടാൻ കഴിയില്ല. സർവശക്തനായ അല്ലാഹു തമ്പുരാൻ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തിയ കാര്യം, ഫലാ തഗുർറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ഭൗതികമായ ലോകം ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. നേരത്തെ ഇവിടെ പറഞ്ഞുവല്ലോ, ആധുനിക കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും മാതൃകായോഗ്യരായ നേതാക്കന്മാരുള്ളത് ഇവർ തന്നെയാണ്. ഐഹികമായ ലോകത്തോടുള്ള താല്പര്യം തൊട്ടു തീണ്ടാത്ത എത്രയോ മഹാരഥന്മാരായ മുൻഗാമികൾ. അവരെ നമ്മൾ പഠിക്കുമ്പോ എന്താണ് അള്ളാഹു ദുനിയാവിന് വില കൽപ്പിക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയത്, അതവർക്ക് ഉൾക്കൊണ്ടിരുന്നു. എന്താണ് പ്രവാചകർ ദുനിയാവിനോടുള്ള സമീപനം കാണിച്ചത്, അതവർ സ്വീകരിച്ചിരുന്നു. അവർ ഐഹികമായ ലോകത്തിലെ ആഡംബരങ്ങൾക്ക് പിന്നാലെ പോയില്ല. നിങ്ങളുടെ തൊട്ടടുക്കലാണല്ലോ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ.
ആമീൻ പറയൂ. അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. കോയക്കുട്ടി ഉസ്താദിനൊരു ജ്യേഷ്ഠ സഹോദരൻ ഉണ്ടായിരുന്നു. കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്നാണ് ആ മഹാന്റെ പേര്. ആനക്കര കുഞ്ഞഹമ്മദ് മുസ്ലിയാർ. എന്താണ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ചെയ്തിരുന്നത്? വീട്ടിൽ നിന്നിറങ്ങിയാൽ ഒരാഴ്ചയും ഒരു മാസവും 2 മാസവും ഒക്കെ കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് മുസ്ലിയാർ വീട്ടിലേക്ക് വന്നിരുന്നത്. ആ മാസത്തിനിടയിൽ അദ്ദേഹം ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഓരോ ഗ്രാമങ്ങളിലൂടെയും അദ്ദേഹം നടന്നു പോകുമായിരുന്നു. ആ ഗ്രാമങ്ങളിലെത്തിയാൽ അവിടെ മദ്രസ ഉണ്ടോ എന്ന് നോക്കും. മദ്രസയില്ല എങ്കിൽ അവിടെയുള്ള പള്ളിയിൽ പോകും. എന്നിട്ട് അവിടെയുള്ള കാരണവന്മാരെ കാണും. ഓരോരുത്തരുടെ വീടുകളിലേക്കും ചെന്നിട്ട് നമുക്ക് നാളെ ഒരു പ്രസംഗം നടത്താം, 4 ദിവസം ഒരു പ്രസംഗം നടത്താം. 4 ദിവസം അവിടെ വാഴ് പറയും, പള്ളിയിൽ കിടക്കും, അവിടെ വിശ്രമിക്കും. എന്നിട്ട് അവസാനം വെള്ളപ്പെട്ട ഏതെങ്കിലും ഒരാളോട് പറയും, അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭൂ ഉടമയോട് പറയും, നിങ്ങളൊരു 4 സെന്റ് സ്ഥലം തരണം, നിങ്ങളൊരു 5 സെന്റ് സ്ഥലം തരണം. അവരത് കൊടുക്കും, അല്ലാഹുവിന് വേണ്ടി കൊടുക്കും. അങ്ങനെ കൊടുത്താൽ പിറ്റേ ദിവസം വാളിൽ അത് പറഞ്ഞിട്ട് പറയും, നിങ്ങൾ നാളെ കവുങ്ങുകളുമായി വരണം, നിങ്ങൾ നാളെ തടുക്കുകളുമായിട്ട് വരണം. കവുങ്ങുകളും കടുക്കുകളും കൊണ്ടുവന്ന് ഒരു മദ്രസ ഉണ്ടാക്കി അടുത്ത മദ്രസക്ക് വേണ്ടി പോകും. ഇതായിരുന്നു കുഞ്ഞഹമ്മദ് മുസ്ലിയാർ. ഭൗതികമായ നേട്ടം ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഈ കുറ്റിപ്പുറം പാലത്തിന്റെ ഇപ്പുറത്തെവിടെയോ ചെമ്പിക്കൽ എന്ന ഒരു സ്ഥലമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ സ്മരണികയിൽ വായിച്ചതാണ്. ചെമ്പിക്കലിൽ വെച്ച് ബഹുമാനപ്പെട്ടവരും ഹൈദറൂസ് മുസ്ലിയാരും കൂടെ നടന്നു പോകുമ്പോ തന്റെ കൈവശം തന്റെ മകൾക്ക് സ്വർണം മേടിക്കാനുണ്ടായിരുന്ന മുഴുവൻ ബാഗുമായിട്ടൊരാൾ തട്ടിപ്പറിച്ചോടിയപ്പോ അതിനുപോലും അള്ളാഹുവിനോട് പരിഭവം പറയാതെ അതൊക്കെ ഈ ദീനിന്റെ മാർഗത്തിൽ സഹിക്കേണ്ടി വരുന്ന ത്യാഗങ്ങളായി കണ്ട മഹാനായിരുന്നു കുഞ്ഞഹമ്മദ് മുസ്ലിയാർ. നവ്വറല്ലാഹു മർഖദ. അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞതാണ്, മൂത്ത പെങ്ങൾ പ്രസവിക്കപ്പെട്ടതിന് ശേഷം സന്തോഷത്തോടെ ബഹുമാനപ്പെട്ടവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് വീട്ടിലേക്ക് വരുമ്പോ, പിന്നീട് അദ്ദേഹം കാലങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് ഒരുപാട് മദ്രസകൾ ഉണ്ടാക്കി, ഒരുപാട് പള്ളികൾ ഉണ്ടാക്കി. വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ മൂത്ത മകൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിരുന്നു. ഇവരൊക്കെ എന്താ ദുനിയാവിൽ നേടിയത്? ഇവർക്ക് നേടാനുള്ള അവസരമുണ്ടായിരുന്നു. അവരുടെ പേരുകൾ എവിടെയും കാണുന്നില്ല, അവരുടെ വലിയ വലിയ സ്മാരകങ്ങൾ എവിടെയും കാണുന്നില്ല. അവരൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഭൗതിക ലോകത്തെ പരിത്യജിച്ചുകൊണ്ട് ജീവിച്ച മഹാന്മാരായിരുന്നു. ബഹുമാനപ്പെട്ട തൊട്ടടുക്കലുള്ള ദാറുൽ ഹിദായ ഉണ്ടല്ലോ, എടപ്പാട് ദാറുൽ ഹിദായ, മക്കളില്ലാത്ത ഒരാൾ ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് മുസ്ലിയാരോട് വന്നിട്ട് എനിക്ക് മക്കളില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ നിങ്ങൾക്ക് കുറെ മക്കൾ ഉണ്ടാവാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഭൂമി വഖഫ് ചെയ്യാനും ആ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാനും കുഞ്ഞഹമ്മദ് മുസ്ലിയാര് തയ്യാറായത്. ബഹുമാനപ്പെട്ട KV മുഹമ്മദ് മുസ്ലിയാരെ ആ സ്ഥാപനത്തിന്റെ അധിപനായി വാഴിച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള രൂപത്തിൽ അടുത്ത പ്രവർത്തനത്തിന് വേണ്ടി പോയ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ വഫാത്താകുന്നതിന്റെ മുമ്പ് അദ്ദേഹം ഒരു ഖബർ കുഴിച്ചിടാൻ തീരുമാനിച്ചു. അത് ചില മഹാന്മാരുടെ അടയാളമാണ്. നിങ്ങളുടെ ഖാളിയെ പറഞ്ഞല്ലോ, CH ഹൈദറൂസ് മുസ്ലിയാർ, നിങ്ങൾ അദ്ദേഹത്തിന്റെ ഖബറിടത്തിൽ പോയിട്ടുണ്ടല്ലോ. CH ഹൈദറൂസ് മുസ്ലിയാർ വഫാത്താകുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് കിടക്കാനുള്ള ഖബർ അദ്ദേഹം കുഴിച്ചു എന്ന് മാത്രമല്ല, ഇടക്കിടക്ക് ആ ഖബറിൽ പോയി എത്തി നോക്കും. ആ ഖബർ ഇങ്ങനെ കാണും. ആ ഖബറിൽ നാളെ വന്ന് കിടക്കാനുള്ളയാളാണല്ലോ ഞാൻ എന്ന ഓർമ്മയോടുകൂടെ ആ ഖബറിലേക്ക് ബഹുമാനപ്പെട്ടവരിങ്ങനെ എത്തി നോക്കുമായിരുന്നു. ഇദ്ദേഹം ഖബർ കുഴിക്കുമ്പോ തന്റെ സഹോദരനായ അനുജനായ കോയക്കുട്ടി മുസ്ലിയാരും പറഞ്ഞു, ഏതായാലും ഞാനും കൂടെ ഒരു ഖബർ കുഴിക്കാം. രണ്ടാളുകളും 2 ഖബറുകൾ കുഴിച്ചു. ഖബർ കുഴിച്ച് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ലോകത്തോട് വിട പറഞ്ഞുപോയി. 20 വർഷം കഴിഞ്ഞിട്ടാണ് കോയക്കുട്ടി ഉസ്താദ് വിട പറയുന്നത്. നിങ്ങൾ കാണാത്തവരല്ലല്ലോ ഈ സദസ്സിലേക്ക്, ഈ വേദിയിലേക്ക് കോയക്കുട്ടി ഉസ്താദ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അത്ര ലളിതമായ വസ്ത്രം മറ്റൊരാൾക്കുണ്ടാവില്ല.
20 വർഷക്കാലം ആ ഖബറിന്റെ മുമ്പിലൂടെ പോവുകയും ആ ഖബറിന്റെ മുമ്പിലൂടെ വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ദുനിയാവിനോട് പ്രേമമുണ്ടാകാൻ കഴിയുന്നത്? എങ്ങനെയാണ് സുന്ദരമായിട്ടുറങ്ങാൻ കഴിയുന്നത്? എങ്ങനെയാണ് പണമുണ്ടാക്കാൻ കഴിയുന്നത്? ഇന്ന് നമ്മൾ കള്ളക്കച്ചവടം നടത്തുന്നു, ഇന്ന് നമ്മൾ വഞ്ചിക്കുന്നു ആളുകളെ, കള്ളം പറഞ്ഞ് പണമുണ്ടാക്കുന്നു. പണമുണ്ടാക്കാനും ദുനിയാവുണ്ടാക്കാനും ഏത് ഹീനമായ മാർഗവും സ്വീകരിക്കുമ്പോൾ അള്ളാഹുവിന്റെ വിചാരണകൾ, അള്ളാഹു തമ്പുരാന്റെ ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ചുറ്റുമുമ്പിലായിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കുവാൻ പാടില്ല. ചിന്തിച്ചു നോക്കണം നമ്മൾ. എന്തുകൊണ്ടാണ് പലിശയോട് നമുക്ക് യാതൊരു ലജ്ജയുമില്ലാത്ത രീതിയിൽ അടുപ്പമുണ്ടാകുന്നത്? നമ്മുടെ വാഹനങ്ങൾ, നമ്മൾ ഏർപ്പെടുന്ന സൗകര്യങ്ങൾ, എന്തിനേറെ പറയണം, 50,000 രൂപ കൊടുത്താൽ കിട്ടുന്ന ബൈക്ക് പോലും, അല്ലെങ്കിൽ 50,000 വാങ്ങേണ്ടതില്ലല്ലോ, 20,000 വാങ്ങിയാൽ മതിയല്ലോ. പലിശ നിസ്സാരമായി കാണുന്ന ഒരു സാഹചര്യം. ചില ആളുകൾ പലിശയിൽ അങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഈ അടുത്ത് ഞാനൊരു സ്ത്രീയുടെ സംസാരം കേൾക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ഒരു 10-20 കൊല്ലമായി സദാ ദിവസവും പലിശയുമായി ഇടപെടുകയാണ്. ആ പലിശ ഇങ്ങനെ കൂടിയിട്ട് ഒരിക്കലും താങ്ങാനാവാത്ത വലിയ ഒരു പലിശയുടെ മുകളിലാണ് അവർ നിൽക്കുന്നത്. എല്ലായിടത്തും പലിശ. ഹോസ്പിറ്റലിൽ പോകണോ പലിശക്ക് വാങ്ങുന്നു, കല്യാണത്തിന് പോകണോ പലിശക്ക് വാങ്ങുന്നു, പെരുന്നാളിന് വസ്ത്രം വാങ്ങണോ പലിശക്ക് വാങ്ങുന്നു. തന്റെ ഭർത്താവ് ഗൾഫിലാണ്, പക്ഷെ ഇത് ഇങ്ങനെ വാങ്ങി തുടങ്ങിയത് മുതൽ പിന്നെ അതൊരിക്കലും അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. വാങ്ങുക മാത്രമല്ല, പലിശ കൊടുക്കുകയും ചെയ്യുന്നു. ആ രീതിയിൽ ഇടപെടുന്നു. നിസ്സാരമായിട്ട് അത്തരം കാര്യങ്ങളെ കാണുന്നു. ഞാൻ പറയട്ടെ, ഐഹികമായ ലോകത്തിന്റെ നശ്വരത തിരിച്ചറിയുന്ന ആളുകൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറയേണ്ടവരാണ്. ഐഹികമായ ലോകം നശിക്കുന്നതാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള പലിശയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക? എങ്ങനെയാണ് ആളുകളെ വഞ്ചിച്ചവർ പൈസ ഉണ്ടാക്കുക? എങ്ങനെയാണ് ഭൗതികമായ ലോകത്തോടവർക്ക് താല്പര്യമുണ്ടാവുക? ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. എല്ലാവരും ആമീൻ പറയൂ. അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഞാൻ ഇവരെയൊക്കെ പറയുന്നത് നമുക്ക് അപരിചിതരല്ല എന്നുള്ളത് കൊണ്ടാണ്. അത്തിപ്പറ്റ ഉസ്താദിന്റെ കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോ എൻ്റെ കയ്യിൽ ഉസ്താദ് അവറുകൾ ഒരു കവറിൽ കുറച്ച് പൈസ തന്നു. എൻ്റെ ചെവിയിൽ പറഞ്ഞു, ബക്കറ്റ് വരുമ്പോൾ ആ ബക്കറ്റിൽ ഇതിടണം. ഉസ്താദിന്റെ ദുആ കഴിഞ്ഞിട്ട് ഉസ്താദ് പോവുകയാണ്. ബക്കറ്റിലിടാൻ വേണ്ടി തന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 2500 രൂപയെങ്കിലും ഉണ്ടാകും. ഒരു കാര്യം ഉറപ്പാണ്, 10 രൂപ തന്നെ ബക്കറ്റിലിടുന്നത് വലിയ സംഖ്യയായി കാണുന്ന നമുക്കിടയിൽ അത്തിപ്പറ്റ ഉസ്താദ് ഇട്ടയത്ര ഒരിക്കലും ആ ബക്കറ്റിൽ പൈസ ഇട്ടിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്ക് തോന്നിപ്പോയി. ഉസ്താദ് രോഗിയായി കിടക്കുമ്പോ കാണാൻ വേണ്ടി ചെന്ന ഒരു സഹോദരൻ പറയുകയാണ്, ഉസ്താദിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പല ആളുകളും വരുന്നു പോകുന്നു, കാണുന്നു പോകുന്നു. അതിനിടയിൽ ഒരു ധനാഢ്യനായ സഹോദരൻ വന്ന് ഉസ്താദിന്റെ കയ്യിൽ ഒരു നോട്ട് കെട്ടുകൊടുത്തു. ഇയാൾ പറയണ ഒരു 50,000 രൂപയെങ്കിലും ഉണ്ടാകും, നല്ല ഒരു നോട്ട് കെട്ട്. ഉസ്താദ് അത് വാങ്ങിയിട്ട് അത് തന്റെ തലയിണയുടെ അടിയിൽ വെച്ചു. ഇയാൾ ഇങ്ങനെ കരുതാണ്, പടച്ചോനെ ഉസ്താദിന് എന്തിനാണ് ഇത്രയധികം പൈസ? ഇങ്ങനെ ആരൊക്കെയാണോ ഉസ്താദിന് കൊണ്ടുപോയി കൊടുക്കുന്നത്? അങ്ങനെ ഇയാൾ ഇരുന്നിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും പറയാണ്. ഉസ്താദുമായിട്ട് അടുപ്പമുള്ളയാളാണല്ലോ. അത് കഴിഞ്ഞൊരല്പസമയം കഴിഞ്ഞപ്പോഴാണ് വേറെ ഒരാൾ ഇങ്ങനെ വരുന്നത്. ഉസ്താദെ, മകളുടെ കല്യാണമാണ്, കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറയുമ്പോ ഉസ്താദ് അവറുകൾ ആ തലയിണയുടെ അടിയിൽ നിന്ന് ആ നോട്ടുകെട്ടിൽ എത്രയാണുള്ളത് എന്ന് പോലും നോക്കാതെ ബഹുമാനപ്പെട്ടവര് ആ സഹോദരന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോ ഐഹികമായ ലോകത്തോട് താല്പര്യമില്ലാത്ത ജീവിതങ്ങൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ട് എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഹബീബായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ അഹബ്ബ ദുനിയാ, ഒരാൾ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടാൽ
എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ദുന്യാവുമായിട്ട് ഒരു ബന്ധവും വേണ്ട, ദുന്യാവിനോട് ഒരു താല്പര്യവും വേണ്ട. അങ്ങനെയല്ല. അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ദുആയാണ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങനെയാവണം. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ആതിനാ ഫിദ്ദുനിയാ ഹസന, ഭൗതികമായ ലോകത്ത് നീ ഞങ്ങൾക്ക് നല്ലത് നൽകണമേ. അപ്പൊ നമ്മളൊക്കെ ദുന്യാവിൽ ജീവിക്കുമ്പോൾ ദുന്യാവിൽ നമുക്ക് കിട്ടുന്നതൊക്കെ ഹസന, നല്ലതു മാത്രം. നല്ല ഭാര്യ, നല്ല മക്കൾ, നല്ല വീട്, നല്ല കുടുംബം, ഹലാലായ സമ്പാദ്യം, എല്ലാം നല്ലതു മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ദുആ ഇങ്ങനെയായിരുന്നു, അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അലിദ് ദുനിയാ, ഭൗതികമായ ലോകത്ത് നീ ആക്കല്ലേ, അക്ബറ ഹമ്മിനാ, ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷമമാക്കല്ലേ. അള്ളാഹിനോട് ദ്വാരക്കുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ, ദുനിയാവിനെ ഒരിക്കലും ഞങ്ങളുടെ വലിയ വിഷമമാക്കല്ലേ അല്ലാ. എഴുന്നേൽക്കുമ്പോൾ ദുനിയാവിന്റെ കാര്യം, ഉറങ്ങുമ്പോൾ ദുനിയാവിന്റെ കാര്യം, ഉണർച്ചയിൽ ദുനിയാവിന്റെ കാര്യം, എപ്പോഴും ദുനിയാവ്, പൈസ, പണം. എൻ്റെ പ്രിയപ്പെട്ട ആലിമീങ്ങളെ, സ്വാലിഹീങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ഞാൻ ഈ പറയുന്ന എൻ്റെ ഉൾപ്പെടെയുള്ള ജീവിതത്തിൽ ആ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഹബീബായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ അസ്ബഹ, ഒരാൾ പ്രഭാതത്തിലായി, വദ്ദുനിയാ അക്സറു ഹമ്മി, ദുനിയാവാണ് അവന്റെ വലിയ വിഷമം, ദുനിയാവാണ് അവന്റെ വലിയ സങ്കടം, ഫലൈസ മിനല്ലാഹി ഫീ ഷൈഇൻ, അല്ലാഹുവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും അവൻക്ക് യാതൊരു പ്രശ്നവുമല്ല. അവന്റെ ദോഷങ്ങളോ അവന്റെ ഇബാദത്തിന്റെ കുറവോ അതൊന്നും അവനെ ബാധിക്കുന്നേയില്ല. അങ്ങനെയായാൽ വഅൽസമ ഖൽബഹു വഅൽസമല്ലാഹു ഖൽബഹു അർബഅ ഖിസാൽ, 4 കാര്യങ്ങൾ അല്ലാഹു അവന്റെ ഹൃദയത്തിൽ സ്ഥാപിക്കുമെന്ന്, പടച്ചവൻ അവന്റെ ഹൃദയത്തിൽ നൽകുമെന്ന് ഹബീബായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 1, ഹമ്മൻ ലാ യൻഖതിഉ അൻഹു അബദാ, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ഒരു വിഷമം. അവനെപ്പോഴും ടെൻഷനാണ്, എപ്പോഴും വിഷമമാണ്, അവൻ്റെ കാര്യത്തിന് അവന് യാതൊരു സുഖമല്ല. ആരെന്ത് ചോദിച്ചാലും അവന് പറയെന്താണ്, ആകെ ടൈറ്റാണ്, ആകെ ഇടങ്ങേറാണ്, വളരെ മോശമാണ് അവസ്ഥ. നല്ലത് പറയുന്ന ഒരു സാഹചര്യം അവൻ്റെ കൽബിലുണ്ടാവില്ല. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾ പ്രഭാതത്തിലായപ്പോൾ അവന്റെ ഐഹികമായ ലോകത്തിന്റെ ബുദ്ധിമുട്ടുകളാണ്, സങ്കടങ്ങളാണ് അവന്റെ വലിയ കാര്യങ്ങൾ എങ്കിൽ, ജഅലല്ലാഹുൽ ഫഖ്റ ബൈന ഐനൈഹി, അവന്റെ 2 കണ്ണുകൾക്കിടയിലും അല്ലാഹു ദാരിദ്ര്യത്തെ നിക്ഷേപിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അവന് 50,000 ശമ്പളം കിട്ടിയിട്ട് കാര്യമില്ല, അവന് ലക്ഷങ്ങൾ ശമ്പളം കിട്ടിയിട്ടോ വരുമാനം ഉണ്ടായിട്ടോ കാര്യമില്ല. ജഅലല്ലാഹുൽ ഫഖ്റ ബൈന ഐനൈഹി. ചില ആളുകളെ കണ്ടിട്ടില്ലേ നമ്മൾ അങ്ങനെ. എന്നാൽ നേരെ തിരിച്ചും കാണാം നമുക്ക്. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവരെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി. എല്ലാവർക്കും ഒരേ ശമ്പളമാണ്, എല്ലാവർക്കും ഒരേ ജോലിയാണ്, ഒരേ അധ്യാപകന്മാരാണ്, അതല്ലെങ്കിൽ ഓഫീസ് ജോലിയാണ്. പക്ഷേ ഇവനാണെങ്കിൽ സങ്കടം തീർത്താൽ തീരുന്നില്ല, അവൻ്റെ കടം തീർത്താൽ തീരുന്നില്ല. എന്നാൽ മറ്റേയാളോ, അയാൾ വീടെടുക്കുന്നു, അയാൾ മക്കളെ കല്യാണം കഴിപ്പിക്കുന്നു, അയാൾ എത്രയോ സൗകര്യപ്രദമായ രീതിയിൽ ജീവിക്കുന്നു, അയാൾക്ക് വാഹനമുണ്ട്, അയാൾക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. എന്തേ കാര്യം? ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
അവരുടെ കൽബിൽ ദുനിയാവിനോടുള്ള പ്രേമവും ആർത്തിയും ഉണ്ടാവുകയില്ല. ഇങ്ങനെയായാൽ ഒന്നാമത്തേത് ഹൃദയത്തിൽ നിന്നൊരിക്കലും മുറിഞ്ഞു പോകാത്ത സങ്കടമാണ്. വശുഗ്ലൻ ലാ യതഫറഗു മിൻഹു അബദാ, ഒരിക്കലും വിരമിക്കാത്ത ജോലിയിൽ അവൻ വ്യാപൃതനാവും. അവന് കുടുംബത്തിൽ പോയാലും സുഖം ഉണ്ടാവില്ല, ഭാര്യയുടെ അടുക്കൽ പോയാലും അവന് സന്തോഷം ഉണ്ടാവില്ല, മക്കളുമായിട്ടൊന്ന് ചിരിക്കാൻ അവന് സമയമില്ല. ദുന്യാവിൻ്റെ പിന്നാലെ പോയാൽ മനസ്സിലുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വഫഖറൻ ലാ യബ്ലുഗു ഗിനാഹു അബദാ, ഒരിക്കലും ഐശ്വര്യമെത്തിക്കാത്ത ദാരിദ്ര്യം. ഒന്ന് സങ്കടം, രണ്ടവന്റെ തിരക്കുകൾ, മൂന്നവനുണ്ടാകുന്ന ദാരിദ്ര്യം. ആ ദാരിദ്ര്യത്തിൽ ഒരിക്കലും അവന് മോചനം നേടാൻ കഴിയുകയില്ല. നാലാമത്തെ കാര്യം റസൂലുള്ള പറയാണ്, വഅമലൻ ലാ യബ്ലുഗു മുൻതഹാഹു അബദാ, ഒരിക്കലും അറ്റമില്ലാത്ത അഭിലാഷങ്ങളും. ഇവിടെ ഇവൻ ഇതിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്, ഈ വിഷയത്തിൽ തന്നെ ഇവന് വിഷമമാണ്. എന്നിട്ട് അതിന്റെ അപ്പുറത്തവൻ മറ്റുള്ള ആഗ്രഹങ്ങളുമായിട്ട് അവൻ നടക്കുന്ന ഒരു മാനസികാവസ്ഥ അവൻ ഉണ്ടാകുമെന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ. എല്ലാവരും ഒന്ന് സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഹബീബായ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ തറപ്പിച്ചുറപ്പിച്ചു വെക്കേണ്ടത്. അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. പടച്ചവനെ, ഐഹികമായ ലോകം ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമാക്കല്ലേ. വലാ മബ്ലഗ ഇൽമിനാ, ഞങ്ങളുടെ അറിവിന്റെ ലക്ഷ്യം ദുനിയാവാക്കല്ലേ. നമ്മൾക്ക് ഏതറിവാണെങ്കിലും ആ അറിവ് കൊണ്ട് നമ്മൾ ദുനിയാവിടെ ലക്ഷ്യമാക്കിയാൽ അതിൽ ബറക്കത്തുണ്ടാവില്ല എന്നാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് ഡോക്ടറാണെങ്കിലും ശരി, എഞ്ചിനീയർ ആണെങ്കിലും ശരി, ഏതു മേഖലയിലുള്ള അറിവാണെങ്കിലും ശരി, മഹാന്മാരെയൊക്കെ പഠിക്കുമ്പോൾ നമുക്കതാ മനസ്സിലാക്കാൻ കഴിയുന്നത്. വലാ മബ്ലഗ ഇൽമിനാ, ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ എന്നെ വിളിച്ചു, അബൂ ഹുറൈറ അലാ ഉരീക ദുനിയ ജമീഅഹാ ബിമാ ഫീഹാ, ഈ ദുനിയാവ് എങ്ങനെയാണ്, അതിന്റെ അവസ്ഥകൾ എങ്ങനെയാണ് അബൂ ഹുറൈറ എന്നുള്ള കാര്യം താങ്കൾക്ക് ഞാനൊന്ന് കാണിച്ചു തരട്ടെയോ? ഫഖുൽതു ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ എനിക്കൊന്ന് കാണിച്ചു തരണം. ഫഅഖദ ബിയദി വഅതാ ബി വാദിയം മിൻ ഔദിയത്തിൽ മദീന, അങ്ങനെ റസൂലുള്ള എന്റെ കൈപിടിച്ചിട്ട് മദീനയിലുള്ള മലഞ്ചെരിവുകളിൽ ഒന്നിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ നോക്കിയപ്പോ ഫഇദാ മിസ്ബലത്തുൻ ഫീഹാ റൂസു ഉനാസിൻ വഅദറാത്തുൻ വഖറഖുൻ വഇളാം. ഞാൻ അങ്ങനെ ചെന്ന് നോക്കുമ്പോ വലിയ ഒരു ശ്മശാനമാണ് ഞാൻ കണ്ടത്. ആ ശ്മശാനത്തിൽ കുറെ തലയോട്ടികളുണ്ട്, അവിടെ കുറെ ചവറുകളുണ്ട്, കുറെ കാഷ്ടങ്ങളുണ്ട്, കുറെ ചീഞ്ഞളിഞ്ഞ മൃതദേഹങ്ങളുണ്ട്. ആ മൃതശരീരങ്ങളെ പൊതിഞ്ഞിരുന്ന ചെറിയ ചെറിയ വസ്ത്രങ്ങളുടെ കഷ്ണങ്ങളുണ്ട്. എന്നോട് പറഞ്ഞു, അബൂ ഹുറൈറ ഹാദിഹി റൂസുൻ കാനത് തഹ്രിസുക ഹിർസികും, ഈ തലയോട്ടികളുണ്ടല്ലോ, നിങ്ങളെപ്പോലെ ആഗ്രഹിച്ചിരുന്നവരായിരുന്നു, നിങ്ങളെപ്പോലെ കൊതിയുള്ളവരായിരുന്നു. ഈ മനുഷ്യന്മാരുണ്ടല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിച്ചവരായിരുന്നു. എന്നാൽ ഇന്നതാ ഒരു തോല് പോലുമില്ലാത്ത വെറും എല്ലുകളായിട്ടത് മാറിയിരിക്കുന്നു. ഇനി അത് വെറും ചാരമായി മാറും. എന്റെ പ്രിയപ്പെട്ട അബൂ ഹുറൈറ,
അതുകൊണ്ട് ദുന്യാവിന് വേണ്ടി ആരെങ്കിലും, ദുന്യാവിനെ കുറിച്ചോർത്ത് ആരെങ്കിലും കരയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കരഞ്ഞുകൊള്ളട്ടെ. അബൂ ഹുറൈറ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ, ഉറക്ക സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. അതാണ് ഹബീബിന്റെ ജീവിതം. ഹബീബായ പ്രവാചകൻ ഐഹികമായ ലോകത്തോടുള്ള ആഡംബരങ്ങളോടും സുഖങ്ങളോടുമുള്ള സമീപനം കാണിച്ചത് എങ്ങനെയാണ്? മാലി വലി ദുനിയാ, ഞാനും ദുനിയാവും തമ്മിൽ എന്തു ബന്ധമാണ്? നിങ്ങൾ നോക്കൂ, ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാന്മാരായ അനുയായികൾ ചോദിച്ചിട്ടുണ്ട്, നബിയെ നിങ്ങൾക്ക് ഞങ്ങൾ നല്ല ഒരു മെത്ത ഉണ്ടാക്കി തരട്ടെയോ? ഈത്തപ്പനയുടെ നാര് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചെറിയ മെത്ത, ഒരു ചെറിയ സുഖം അനുഭവിക്കാൻ കഴിയുന്ന ഒരു മെത്ത. ഹബീബായ പ്രവാചകർ ഒരിക്കലും അത് ആഗ്രഹിച്ചില്ല. റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നപ്പോ, റസൂലുള്ളാഹിയുടെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം പോലുമില്ല. ആ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലങ്ങളിൽ ധാന്യങ്ങൾ പോലുമില്ല. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ പോയി കരഞ്ഞു, നബിയേ, കിസ്റയുടെയും കൈസറിന്റെയും അധിപന്മാർ, ആ രാജാക്കന്മാർ, അവർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോ, അവർ നല്ല ആഹാരം കഴിക്കുമ്പോ അങ്ങയുടെ അവസ്ഥ ഇതാണല്ലോ യാ റസൂലല്ലാഹ്. ഹബീബായ പ്രവാചകർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്, അല്ലയോ ഉമറേ, നിനക്ക് സംതൃപ്തിയല്ലയോ? അന്തകൂന ലഹുമുദ് ദുനിയാ വലനൽ ആഖിറ, അവർക്ക് ദുന്യാവാകൽ നമുക്ക് പരലോകവും അല്ലാഹു നൽകൽ നിനക്ക് സംതൃപ്തമല്ലയോ ഉമറേ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയ ചില മുന്നറിയിപ്പുകളുണ്ട്. ഇതൊക്കെ ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്ക് അവസരം തരട്ടെ. ഒരിക്കൽ മഹാനായ സയ്യിദുനാ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ, അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ ബഹ്റൈനിലേക്ക് പറഞ്ഞയച്ചു. ബഹ്റൈനിൽ നിന്ന് അവിടെയുള്ള ജിസിയയും അവിടെയുള്ള ധനവും കൊണ്ടുവരാനാണ് മഹാനായ അബൂ ഹുറൈറ, ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചത്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നു. ബഹുമാനപ്പെട്ടവർ തിരിച്ചു വന്നപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വന്ന വിവരം നാട്ടിലാകെ പാട്ടായി. എല്ലാവരും അറിഞ്ഞു, മദീനയിലുള്ള എല്ലാവരും അറിഞ്ഞു. ആ വന്ന രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം സുബഹി നിസ്കരിക്കാൻ പോയപ്പോൾ ഫവാഫൗ സ്വലാത്തൽ ഫജ്രി, അവർ സുബഹി നിസ്കരിക്കാൻ എല്ലാ സ്വഹാബികളും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലമ്മാ സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻസറഫ, റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴോ ഫതഅറളൂ ലഹു, അവരെ എല്ലാവരെയും നബി കണ്ടു. ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന റആഹും, നബി അവരെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് പുഞ്ചിരിച്ചു. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ എന്ന്. നമ്മളെല്ലാവരും കൂടണമെങ്കിൽ അതിന് ചില ട്രിക്കുകളുണ്ട്. ഇവിടുത്തെ കാര്യമല്ല, നോട്ടീസിൻ്റെ താഴെ ഇന്ന് ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് നമ്മുടെ നോട്ടീസുകളിലൊക്കെ ഫ്ലക്സുകളിലൊക്കെ ഉണ്ടത് എങ്കിൽ നമ്മൾ കളിയാക്കി പറയുന്നതല്ല, പക്ഷേ സദസ്സിൻ്റെ ഒരു വലുപ്പവും അതിൻ്റെ ഒരു തിങ്ങലും എത്രത്തോളമായിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിച്ചാൽ തന്നെ അറിയാം. അങ്ങനെയാണ് ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. സ്വഹാബികൾ വരെ അങ്ങനെ ആയിപ്പോയി. അവരെല്ലാവരും വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അളുന്നുകും സമിഅതും, നിങ്ങളെ കുറിച്ച് ഞാൻ കരുതുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന്, അന്ന അബാ ഉബൈദ ഖദിമ ബിശൈഇൻ, നിശ്ചയമായും അബൂ ഉബൈദ എന്തോ സംഗതികളുമായി വന്നിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. ഖാലു, അവർ പറഞ്ഞു, അജൽ യാ റസൂലല്ലാഹ്, അതേ നബിയെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ശിറൂ
നിങ്ങളൊക്കെ സന്തോഷിച്ചോളൂ, നിങ്ങൾക്ക് സന്തോഷമാകുന്നത് നിങ്ങൾക്ക് ഞാൻ നൽകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറയുന്നു, അല്ലാഹു തന്നെയാണ് മൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങളുടെ മേൽ ഒരിക്കലും ഞാൻ ദാരിദ്ര്യത്തെ പേടിക്കുന്നില്ല, നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാവുകയില്ല. വലാകിന്നി അഖ്ശാ അലൈക്കും അൻ തുബ്സത അലൈക്കുമുദ് ദുനിയാ, നിങ്ങളുടെ മേലിൽ ദുനിയാവ് വിശാലമാക്കപ്പെടലിനെയാണ് ഞാൻ പേടിക്കുന്നത്. അപ്പോൾ ദുനിയാവെങ്ങാനും നിങ്ങൾക്ക് വിശാലമാക്കപ്പെട്ടാൽ ഫതനാഫസുഹാ, നിങ്ങൾ ആ ദുനിയാവിന് വേണ്ടി മത്സരിക്കുന്നതാണ്. നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ ദുനിയാവിന് വിശാലമാക്കപ്പെട്ടപ്പോൾ ഐഹികമായ ലോകത്തിന് വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും ദുനിയാവിന് വേണ്ടി മത്സരിക്കുന്നതാണെന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. ഗൾഫിന്റെ സ്വാധീനം, സാമ്പത്തികമായ സൗകര്യങ്ങൾ നമുക്കെല്ലാവർക്കും നൽകിയപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, നമ്മുടെ പള്ളി എത്ര ഏക്കറിലാണ് നിൽക്കുന്നത് എന്ന്. എത്ര ഏക്കറിലാണ് നമ്മളുടെ ഖബർസ്ഥാൻ നിൽക്കുന്നത്. ഓരോ നാടുകളിലും 8ഉം 10ഉം 12ഉം 15ഉം ഏക്കറുകളുള്ള വലിയ വലിയ പള്ളി കോമ്പൗണ്ടുകൾ. ഇതൊക്കെ ആര് നൽകി? ദാരിദ്ര്യത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായിരുന്ന, ഉടുതുണിക്ക് മറുതുണിയില്ലാതിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നൽകി, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ നൽകി. ആ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങൾ വാഴ്ന്നു പറയുമ്പോ, അവർ പള്ളിക്ക് വേണ്ടി സ്ഥലം ചോദിക്കുമ്പോ, മദ്രസക്ക് വേണ്ടി സ്ഥലം ചോദിക്കുമ്പോ, ആ കെട്ടിടം പണിയാനുള്ള സൗകര്യങ്ങൾ ചോദിക്കുമ്പോ, കഷ്ടപ്പെട്ടിട്ടവർ ഉണ്ടാക്കിയ ആഭരണങ്ങൾ അവർ ഊരിക്കൊടുത്തു. അവർക്കതായിരുന്നു വലുത്. എന്നാൽ ഹബീബായ പ്രവാചകർ മുന്നറിയിപ്പ് നൽകിയ ആ ഒരവസ്ഥ, ദുനിയാവ് വിശാലമാക്കപ്പെട്ടപ്പോൾ ഫതനാഫസുഹാ, അയൽവാസിയും നിങ്ങളും തമ്മിലുള്ള പ്രശ്നം എന്താണ്? എന്തേ കാര്യം? മതില് കെട്ടിയതായിരുന്നു പ്രശ്നം. മതില് കെട്ടിയപ്പോ ആ മതില് ഒന്ന് ചെറുതായിട്ടൊരു വളവുണ്ടായിരുന്നു. ആ വളവൊന്ന് നിർത്താൻ ശ്രമിച്ചതാണ്. അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഒരു മരത്തിന്റെ കൊമ്പ് തന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. അതിന്റെ പേരിലാണ് പ്രശ്നം. ഫല്യുക്രിം ജാറഹു മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്നയാൾ അവന്റെ അയൽവാസിയെ ബഹുമാനിക്കട്ടെ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ കൽപ്പന സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എല്ലാവരും ആമീൻ പറയൂ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. പ്രസംഗം തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ നേരമായി എന്ന് തോന്നുന്നു. എത്ര നേരമായി സാർ പ്രസംഗം തുടങ്ങിയിട്ട്? എത്ര? 1 മണിക്കൂറായോ? 45 തുടങ്ങിയത്. 1 മണിക്കൂറൊക്കെ ഇരുന്ന് പ്രസംഗം കേട്ടാൽ വലിയ ക്ഷീണം വരും. പ്രസംഗിച്ചാൽ അതിലേറെ ക്ഷീണം വരും. മൈക്കൊക്കെ നല്ല സുഖം ഉണ്ടായതുകൊണ്ട് അല്ലേ? നല്ല സുഖമുള്ള മൈക്കാണ്. അതുകൊണ്ട് തന്നെ പറയാൻ നല്ല സുഖമുണ്ട്. അക്സാണെന്ന് മാത്രം. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും റാഹത്താവും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കി. എല്ലാവരും ബിസ്മില്ല. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കി. ബിസ്മില്ല. ഒരു സ്വലാത്ത് ഒന്ന് ചൊല്ലി. എനിക്ക് അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ചെറുതായിട്ടൊരു വെള്ളം കുടിക്കാം. ഇൻഷാ അല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. അൽഹംദുലില്ലാ. ഉറക്ക് അശ്രദ്ധ രണ്ടും പോയൊരു മാത്രം ഇരിക്കി, അല്ലാത്തവർക്ക് അവിടെ നിൽക്കി. ഉറക്കും അശ്രദ്ധയൊക്കെ പോയാലിരുന്നോളൂ. അൽഹംദുലില്ലാ. കാരണം എന്താണെന്ന് വെച്ചാൽ മജ്ലിസുന്നൂറാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഉറക്കും അശ്രദ്ധയോടും കൂടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു സമാധാനം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ഉഷാറായ സ്ഥിതിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാണ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അത് മറ്റൊന്നുമല്ല, ബക്കറ്റുമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് സംഘാടകർ വരുന്നുണ്ട്.
സാന്ദർഭികമായിട്ട് പറയാണ്, നമ്മളുടെ നാട്ടിലുള്ള എല്ലാറ്റിനും പുരോഗതികളുണ്ടായി, പുരോഗതിയില്ലാത്ത ഒന്നുമില്ല. ഇപ്പം നമ്മൾ കണ്ടില്ലേ, പുരോഗതിയുടെ ഭാഗമായിട്ട് ചെറുതാവുകയാണ്. നമ്മളുടെ നാട്ടിലൊക്കെ കണ്ടില്ലേ, ഇപ്പോൾ പഴയ കാലത്ത് പറഞ്ഞ ഒരു വയറ് നടക്കുകയാണെങ്കിൽ ബോക്സൊക്കെ ഇങ്ങനെ അട്ടി ഉണ്ടാവും. അപ്പോൾ ആ ബോക്സിൻ്റെ ഒക്കെ സംവിധാനം ഇങ്ങനെ ചുരുക്കി നാനോ ബോക്സുകളാക്കിയിരിക്കുകയാണ്. അതിനേക്കാളും വലിയ ശബ്ദം നിങ്ങൾക്ക് കേൾക്കും. എല്ലായിടത്തും പുരോഗതിയാണ്. എല്ലാ കാര്യങ്ങളും, പള്ളിയുടെ ഗേറ്റ് ആണെങ്കിലും മദ്രസയുടെ ബെഞ്ചാണെങ്കിലും ഡെസ്ക് ആണെങ്കിലും എല്ലായിടത്തും. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ സമുദായത്തിൽ പുരോഗതി വരാത്ത ഒന്നുണ്ടെങ്കിൽ ദീനിന്റെ കാര്യത്തിന് വേണ്ടി ബക്കറ്റുമായിട്ട് വരുമ്പോൾ അതിലിടുന്ന പൈസക്കാണ് ഒരു പുരോഗതി ഇല്ലാത്തത്. അതിൽ യാതൊരു മാറ്റമില്ല. മുതലാളിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും 10 റുപ്യ. ഇവിടെ അതുണ്ടോ? ഇൻഷാ അല്ലാ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റണം. ഒന്ന് നോക്കാം, നമുക്ക് വെറുതെ ഒന്ന് നോക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കാം മാറുമില്ല എന്നുള്ളത്. ഒരു നഷ്ടം നമുക്ക് വരില്ല. ആരും അറിയാത്ത ഒരു സദക്ക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര പൈസ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. ആ 10 രൂപ എന്നുള്ളതൊന്ന് മാറ്റിയിട്ട് നിങ്ങളെല്ലാവരും ഒരു 100 രൂപ എന്നിട്ട് നോക്കി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതൊരു വലിയ സംഖ്യയാണ്. 1 കിലോ മത്തി വാങ്ങണമെങ്കിൽ വില വേണപ്പോൾ 150 റുപ്യ. എത്രയാണ് 1 കിലോ മത്തിക്ക്? അത്ര വലിയ വില ഉണ്ട്. എന്നിട്ടാണ് നമ്മൾ ബക്കറ്റ് വരുമ്പോൾ അതാരും കാണൂലല്ലോ. ഇത് പണ്ട് രാജാവ് പറഞ്ഞതുപോലെ ആവരുത്. രാജാവ് ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് നാട്ടുകാരോട് പറഞ്ഞു, നാട്ടുകാരെ നമുക്ക് പള്ളി ഉദ്ഘാടനം ചെയ്യണം. പള്ളി ഉദ്ഘാടനം എല്ലാവരും രാത്രിയിൽ അവരവരുടെ വീട്ടിൽ നിന്ന് ഒരു ബക്കറ്റ് പാല് പള്ളിയുടെ ഹൗദിൽ കൊണ്ടുവന്ന് ഒഴിക്കണം എന്ന് പറഞ്ഞു. രാത്രി ആരും കാണാതെ ഒരു ബക്കറ്റ് പാല് പള്ളിയുടെ ഹൗദിൽ കൊണ്ടുവന്ന് ഒഴിക്കണം. എല്ലാവരും സമ്മതിച്ചു. ഞങ്ങളൊക്കെ പാല്. അങ്ങനെ സുബഹി നിസ്കാരത്തിന് വന്നാൽ നമുക്ക് എല്ലാവർക്കും പള്ളിയിലെ ആ ഹൗദിൽ നിന്ന് പാല് കുടിക്കാം എന്നാണ് രാജാവ് പറഞ്ഞത്. സുബഹിക്ക് എല്ലാവരും എത്തിയപ്പോൾ പള്ളിയുടെ ഹൗദിലുണ്ട് നല്ല പച്ചവെള്ളം. സംഭവം എന്താണെന്നറിയോ? എല്ലാവരും വിചാരിച്ചു, എല്ലാവരും പാലൊഴിക്കുമ്പോൾ ഞാനൊരു ഗ്ലാസ് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ അതാരും അറിയില്ലല്ലോ. എല്ലാവരും അങ്ങനെ വിചാരിച്ചു. എന്നതുപോലെ ഇനിയിപ്പോൾ എല്ലാവരും 100 രൂപ ഇടുമ്പോൾ ഞാൻ മാത്രം 10 ഇടുന്ന സമയത്ത് അത് അറിയില്ലല്ലോ. നമ്മുടെ സഹോദരിമാരവിടെ വളർന്നൊക്കെ ഇരിക്കുന്നുണ്ട്. അവരോട് ഞാൻ പ്രത്യേകം പറയണം, അവരാണ് ആ കാര്യത്തിൽ വലിയ ജാഗ്രത കാണിക്കേണ്ടത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചില ആളുകൾ 20 രൂപയുള്ളത് 2 10 ആക്കി വന്നവരുണ്ടാവും. ഇന്നിപ്പോൾ ഞാൻ അവരോടൊന്നും പറയുന്നില്ല, ഉള്ളത് നന്നായിട്ടിടുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാളെ വരുന്ന സമയത്ത് 2 സ്വതക്കയായിട്ട് വരണം. അല്ല, 2 സ്വതക്കയായിട്ട് വരണം നാളെ. ഒന്നെന്താണ്? ഒന്ന് ബക്കറ്റിലിടാൻ നമ്മൾ പറഞ്ഞ ചുരുങ്ങിയത് 100 രൂപ. അതിനും പുറമെ ഒരു കവർ നിങ്ങളുടെ കയ്യിൽ തരുന്നുണ്ട്. നാളെ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡൻ്റൊക്കെ വരുന്ന ദിവസമാണ്. അപ്പോൾ നല്ല ദുആ ചെയ്യാനൊക്കെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ അതൊരു കടലാസിൽ എഴുതിയിട്ട് ആ കവറിലിട്ടിട്ട് കൊണ്ടുവന്നാൽ നാളെ ദുആ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് അതൊക്കെ ഒന്ന് വായിക്കും. അങ്ങനെ ഈ വാർഷികം കൊണ്ട് ഈ നാടിന് ഒരിക്കലും മറക്കാനാവാത്ത നല്ലൊരു സമ്മാനം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് സ്റ്റേജിൽ തന്നെ തുടങ്ങി, എല്ലാവരും തുടങ്ങി. ബിസ്മില്ലാ 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 ബിസ്മില്ലാ. അല്ലാഹു സ്വീകരിക്കും. സ്റ്റേജിൽ അവരൊക്കെ നല്ല സ്വതക്കെട്ടിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. കുരിക്കൾ ഇൻഷാ അല്ലാഹ്. അപ്പോൾ 100 മാത്രമല്ല 200 ഇടുന്ന ആൾക്കാരുണ്ട്. അൽഹംദുലില്ലാ. ഇനി എല്ലാവരുടെ അടുത്ത് കൊടുക്കും. ശരിക്കും നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ തന്നെ വരേണ്ടതാണ്. അപ്പോൾ എൻ്റെ പകരമായിട്ടാണ് വരുന്നത്. നല്ല സ്വതക്ക കൊടുക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. എന്ത് നിയ്യത്തോടെയാണോ നിങ്ങൾ ആ കീശയിൽ നിന്ന് ആ സ്വതക്ക എടുക്കുന്നത്, അള്ളാഹു തമ്പുരാൻ ആ മുറാദ് ഹാസിലാക്കി തരട്ടെ. അള്ളാഹു ആ ഉദ്ദേശ്യങ്ങൾ നിറവേറ്റി തരട്ടെ. പടച്ച തമ്പുരാനെ, ആ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മനുഷ്യന്റെ സ്വഭാവം ലൗ കാന ലിബ്നി ആദമ വാദിയാനി മിൻ ദഹബ്, മനുഷ്യനെങ്ങാനും സ്വർണത്തിന്റെ 2 മലഞ്ചെരിവുകൾ ഉണ്ട് എങ്കിൽ ലബ്തഗാലഹുമാ സാലിസാ, ആ 2നും പുറമെ 3ാമത്തെ ഒന്നിനെ കൂടെ അവൻ ആഗ്രഹിക്കുമായിരുന്നു. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. ടോൾസ്റ്റോയിയുടെ ഒരു കഥയുണ്ട്, ലിയോ ടോൾസ്റ്റോയ്. ആ കഥാപാത്രത്തിന്റെ പേര് പാഹോ എന്നാണ്. പാഹോ എന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ് കഥ. കഥയുടെ പേര് ഒരാൾക്ക് എത്ര ഭൂമി വേണമെന്നതാണ്. ടോൾസ്റ്റോയ് പറയുന്നത്, രാജാവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര ഭൂമി വേണം, ആ ഭൂമി നിങ്ങൾ
പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് ഓടി അതേ സ്ഥലത്ത് തിരിച്ചെത്തിയാൽ അത്രയും ഭൂമി നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഓടി, ചില ആളുകൾക്ക് 1 ഏക്കർ, ചില ആൾക്ക് 2 സെന്റ്, ചില ആൾക്ക് 10 സെന്റ്, അങ്ങനെ ഓടിയപ്പോ പാഹോ എന്ന ഒരു ചെറുപ്പക്കാരൻ വന്നു. ഇയാൾ ഓടാൻ തുടങ്ങി. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇയാൾ ഓടാൻ തുടങ്ങി. ഇയാൾക്ക് ഭൂമി അളക്കാൻ പോവുകയാണ്. ഓടിയിട്ട് അയാൾ ഇങ്ങനെ 1 കിലോമീറ്റർ കഴിഞ്ഞു, 2 കിലോമീറ്റർ കഴിഞ്ഞു, അവിടുന്ന് തിരിഞ്ഞു വരണം. അപ്പോഴയാൾ ചിന്തിക്കുകയാണ്, ഞാൻ തിരിഞ്ഞാൽ എനിക്ക് കുറച്ചല്ലേ ഭൂമി കിട്ടുകയുള്ളൂ. അങ്ങനെ പോയി അയാൾ ഇങ്ങനെ ഓടി അയാൾക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. ദാഹിച്ച് തൊണ്ട വരളുമ്പോഴും അയാൾ അത് അവസാനിപ്പിക്കുന്നില്ല. ഒടുവിൽ അയാൾ നിലത്തേക്ക് വീണുപോയി. വീണിടത്ത് കിടന്നയാൾ മരിച്ചുപോയി. രാജാവ് അന്വേഷിച്ചു, എവിടെയാണ് പാഹോ, അയാൾക്ക് എത്ര ഭൂമിയാണ് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു, അയാൾക്ക് 6 അടി മണ്ണ് മാത്രമാണ് അതേ കിട്ടാനുള്ളൂ. ഏതൊരാൾക്കും അതേ കിട്ടാനുള്ളൂ ഈ ദുനിയാവിൽ നിന്ന്, അതുമാത്രമേ കിട്ടാനുള്ളൂ. മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യംലഉ ജൗഫ ബിനി ആദമ ഇല്ല തുറാബ്. മണ്ണല്ലാതെ മനുഷ്യന്റെ അകത്ത് ഒന്നും നിറക്കുകയില്ലെന്ന് ആദരവായ നബിയുന വസയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല ഒരു കഥ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് കുറച്ച് കൂടുതലുണ്ട്, ഞാൻ ചുരുക്കി പറയുകയാണ്. വളിരിബ് ലഹും മസലർ റജുലൈൻ. 2 ആളുകളുടെ കഥ നിങ്ങൾക്ക് ജനങ്ങൾക്ക് ഉപമ പറഞ്ഞു കൊടുക്കണേ. 2 ആളുകളുടെ കഥ നബിയെ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണേ. ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈനി മിൻ അഅനാബ്. അതിൽപ്പെട്ട ഒന്നാമത്തെയാൾക്ക് മുന്തിരിയുടെ 2 തോട്ടങ്ങൾ നാം നൽകുകയുണ്ടായി. വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സർആ. ഈത്തപ്പനകൾ കൊണ്ട് ആ മുന്തിരി തോട്ടങ്ങൾ നാം വലയം ചെയ്യുകയും അതിന്റെ ഇടയിലൂടെ മറ്റ് കൃഷികളെ നാം നൽകുകയും ചെയ്തു. 2 തോട്ടങ്ങളും നല്ല തോട്ടങ്ങളാണ്, ലാഭകരമായ തോട്ടങ്ങളാണ്, ഇഷ്ടം പോലെ പഴങ്ങളാണ്. കിൽതൽ ജന്നതൈനി ആതത് ഉക്ലഹാ. 2 തോട്ടങ്ങളും അതിന്റെ വിഭവങ്ങൾ അയാൾക്ക് നൽകിക്കൊണ്ടേയിരുന്നു. വലം തളിലിം മിൻഹു ശൈആ. അയാൾക്ക് യാതൊരു കുറവും ആ തോട്ടത്തിൽ നിന്നുണ്ടായിട്ടില്ല. വകാന ലഹു സമർ. അവന് മറ്റൊരുപാട് ധനവും ഉണ്ടായിരുന്നു. ഈ 2 തോട്ടങ്ങൾക്ക് പുറമെ നമ്മൾ പറയുന്ന ആ കക്ഷിക്ക് ഒരുപാട് ധനങ്ങൾ പിന്നെയും ഉണ്ടായിരുന്നു. അപ്പൊ ഇയാളുടെ നില അങ്ങ് വിട്ടു. ഇയാൾ ചിന്തിക്കണം, നമ്മൾ എൻ്റെ വീട് വലുതാണ്, എൻ്റെ വീട്ടിലെ ടോയ്ലറ്റ് വിശാലതയുള്ളതാണ്, എൻ്റെ കാറ് മനോഹരമാണ്, വേണ്ട, എൻ്റെ ജോലി സ്റ്റാറ്റസ് ഉള്ളതാണ്, വേണ്ട. അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് ഖുർആൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെയൊക്കെ കുടുംബാംഗങ്ങളോട്, നിങ്ങളുടെ ഭർത്താവിൻ്റെ സഹോദരിയോട്, നിങ്ങളുടെ സഹോദരന്മാരോട്, ആ സഹോദരന്മാരുടെ ഭാര്യമാരോട്, ഇങ്ങനെ നമ്മളുടെ ചുറ്റുപാടുകളിലുള്ളവരോട്, അല്ലാതെ നമ്മളാരും മൈക്ക് കെട്ടിയിട്ട് ഞാൻ വലിയ ആളാന്ന് പറയില്ലല്ലോ. അങ്ങനെയുള്ള ചെറിയ സംസാരം വലിയ അപകടമാണ്. കാരണം ഇവിടെ 2 ആളുകളെ സംസാരിച്ചിട്ടുള്ളൂ. നോക്കൂ നിങ്ങൾ, വഹുവ യുഹാവിറു. ആ ഒന്നാമത്തെയാൾ രണ്ടാമത്തെയാളോട് സംസാരിക്കുകയാണ്. തോട്ടമുള്ളയാൾ മറ്റേയാളോട് സംസാരിക്കുകയാണ്, ഞാൻ ആരാണ്? അന അക്സറു മിൻക മാലൻ വ അഅസ്സു നഫറാ. ഞാൻ നിന്നെക്കാൾ പണം കൂടിയവനും നിന്നെക്കാൾ സൗകര്യങ്ങൾ വർദ്ധിച്ചയാളുമാണ്. എനിക്ക് നിന്നെക്കാളും സൗകര്യങ്ങളുണ്ട്, നിന്നെക്കാളും സ്വത്തും പണവും ഒക്കെ എനിക്കുണ്ട്. അങ്ങനെ വദഖല ജന്നത വഹുവ ളാലിമുൻ ലിനഫ്സി. ഇവൻ ഏറ്റവും വലിയ അഹങ്കാരിയായി തന്റെ തോട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇവൻ കരുതുന്നത് എന്താണെന്നറിയോ? ഖാലമാ അളുന്നു അൻ തബീദ ഹാദിഹി അബദാ. ഇതൊരിക്കലും നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വമാ അളുന്നു സ്സാഅത ഖായിമ. ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. വലഇനി റുദിത്തു ഇലാ റബ്ബി
ഇനി ഞാൻ എൻ്റെ റബ്ബിന്റെ അടുക്കലേക്ക് മടക്കപ്പെട്ടാലും എൻ്റെ റബ്ബ് എനിക്ക് ദുനിയാവിൽ ഒരുപാട് തന്നുവല്ലോ, അതുപോലെ എനിക്ക് ആഖിറത്തിലും നൽകുന്നതാണ്. ഇതാണ് ചില ആളുകളുടെ മനസ്സ്. ഞാൻ ഇപ്പൊ ദുനിയാവിൽ തെറ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ കിട്ടി, ഇനി അവിടെയും എനിക്ക് കിട്ടിക്കോളും. ഖാല ലഹു സാഹിബു, ഈ കൂട്ടുകാരൻ ഇയാളോട് പറയാണ്, ഒന്നാമത്തെ ആളോട് പറയാണ്, വഹുവ യുഹാവിറു, ഇയാളോട് തർക്കിച്ചു പറയാണ്, അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ സവ്വാക റജുലാ. സഹോദരാ, നിന്നെ മണ്ണിൽ നിന്ന് പടച്ച അല്ലാഹുവിനോട്, നിന്നെ ഇങ്ങനെ ഒരൊറ്റ പുരുഷനായി സൃഷ്ടിച്ച അല്ലാഹുവിനോട് നീ നിഷേധം കാണിക്കുകയാണോ? വലൗലാ ഇദ് ദഖൽത ഖുൽത മാ ശാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിന്റെ തോട്ടത്തിലേക്ക് നീ കടന്നപ്പോൾ നീ പറയേണ്ടിയിരുന്നത് ലാ ഹൗല, ഒരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല, വലാ ഖുവത, ഒരു തന്റെ ഇടവുമില്ല, ഒരു ശക്തിയുമില്ല, ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിൻ്റെതല്ലാതെ, അല്ലാഹു നൽകിയതാണിത്, അവൻ നൽകിയ കഴിവ് കൊണ്ടുള്ളതാണിത് എന്നല്ലേ നീ പറയേണ്ടിയിരുന്നത്. ഇവൻ വീണ്ടും തർക്കിച്ചു, ഇതൊക്കെ എന്റേതാണ്. ഖാറൂൻ പറഞ്ഞതുപോലെ പറഞ്ഞു. പിറ്റേ ദിവസം നോക്കുമ്പോൾ فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها. പിറ്റേ ദിവസം അല്ലാഹു തആല ആ തോട്ടത്തെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞതായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് ദുനിയാവിലുള്ള എല്ലാ ആഡംബരങ്ങളും. ഒന്നുകിൽ നമ്മൾ അങ്ങ് മരിച്ചു പോയേക്കാം, സ്വത്തങ്ങ് നശിച്ചു പോയേക്കാം. ഹബീബായ പ്രവാചകർ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഓതുകയാണ്, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. നിങ്ങളെ തകാസുർ നശിപ്പിച്ചിരിക്കുകയാണ്. തകാസുർ എന്ന് പറഞ്ഞാൽ വർധനവിനെ തേടൽ നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു. അതേതുവരെയാ ഉണ്ടാവുക? ഹത്താ സുർതുമുൽ മഖാബിർ. നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ, നിങ്ങൾ ഖബറുകൾ കാണുന്നത് വരെ, അതുവരെയാണതുണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരവസരവുമില്ല. ഇത് പറഞ്ഞിട്ട് ഹബീബായ പ്രവാചകർ പറയുകയാണ്, യഖൂലുൽ അബ്ദു മാലി മാലി. മനുഷ്യന്മാര് പറയുന്നു എൻ്റെ ധനം, എൻ്റെ ധനം. പക്ഷേ വലൈസ മിമ്മാലിഹി ഇല്ലാ സലാസ്. അവന്റെ ധനത്തിൽ നിന്ന് 3 എണ്ണം മാത്രമേ അവന് കിട്ടുകയുള്ളൂ. മാ അകലഫ അഫ്നാ, അവൻ തിന്നു നശിപ്പിച്ചത് അവന് കിട്ടിക്കഴിഞ്ഞോ. ഔ ലബിസഫ അബ്ല, അവൻ നശിപ്പിച്ചവൻ ധരിച്ചു നുരുമ്പിപ്പോയത് അവന് കിട്ടിക്കഴിഞ്ഞോ. ഔ അഅതാ ഫഖ്തനാ, അവൻ എന്ത് അല്ലാഹുവിന് വേണ്ടി നൽകിയോ, എന്ത് നാളേക്ക് വേണ്ടി അവൻ സൂക്ഷിച്ചു വെച്ചോ, അതവന് കിട്ടിക്കഴിഞ്ഞു. നിങ്ങളുടെ രാങ്ങാട്ടൂരിലെ പള്ളി ഖബർസ്ഥാനിൽ അന്തിയുറങ്ങുന്ന നമ്മുടെ മുൻഗാമികളായ ഉമ്മയും ഉപ്പയും ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ കാരണവന്മാരുണ്ടല്ലോ. അവർ പള്ളിക്ക് സ്ഥലം കൊടുത്തു, അവർ മദ്രസക്ക് സ്ഥലം കൊടുത്തു. നമ്മുടെ നാട്ടിൽ മക്കൾ വന്ന് ദർസ് പഠിക്കുമ്പോ അവർക്കുള്ള ആഹാരം അവർ കൊടുത്തു. നമ്മൾ തന്നെ നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം ചെലവഴിച്ച് ഈ പള്ളി ഇത്രമേൽ മനോഹരമാക്കി. ഔ അഅതാ ഫഖ്തനാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരൽപ്പം നാളേക്ക് വേണ്ടി സൂക്ഷിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി സൂക്ഷിക്കണം, നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി സൂക്ഷിക്കണം. മദ്രസ എന്നതൊരു നിസ്സാരമായ സംഗതിയല്ല. ആ മദ്രസയാണ് നമ്മുടെയൊക്കെ ഇൽമിന്റെ അടിസ്ഥാനം. നമ്മൾ നിസ്കരിക്കുന്നത്, ആരാണ് നമ്മെ നിസ്കാരം പഠിപ്പിച്ചത്? ആരാണ് നമ്മളെ ഖുർആനോദാൻ പഠിപ്പിച്ചത്? ആരാണ് നമ്മളെ ഏത് മാർഗവും നന്മയുടേതാണ് എന്ന് പഠിപ്പിച്ചത്? നന്മയുടെ മാർഗത്തെക്കുറിച്ച് ആരാണ് നമുക്ക് അവബോധം നൽകിയത്? അൽഹംദുലില്ലാഹ്, നമ്മുടെ മദ്രസകളാണ്. ആ മദ്രസ ആരുണ്ടാക്കി, ആരതിന് സ്ഥലം തന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ മുൻഗാമികളാണ്, നമ്മുടെ നാട്ടിലെ കാരണവന്മാരാണ്. അൽഹംദുലില്ലാഹ്. ഇവിടെ ഇതാ നിങ്ങൾക്കൊരവസരം. നമ്മളെല്ലാവരും കൂടെ ആ മദ്രസക്കുള്ള സ്ഥലം വാങ്ങുകയാണ്. ഈ മജ്ലിസുന്നൂറിന്റെ 1ാം വാർഷികത്തിന്റെ സമ്മാനമായി ഈ സദസ്സിലുള്ള മുഅ്മിനീങ്ങളെ
നമ്മളൊന്ന് ഏറ്റെടുക്കണേ. ആ സ്ഥലത്തിന് വേണ്ടിയുള്ള ഒരു സദഖ അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ. എല്ലാരും ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച് ആമീൻ പറയൂ. റബ്ബേ, ഞങ്ങൾ ഈ സദസ്സിൽ നിന്ന് ആ മദ്രസയുടെ സ്ഥലത്തിന് വേണ്ടിയുള്ള ഒരു സദഖ ആവശ്യപ്പെടുകയാണ്. ആർക്കൊക്കെയാണോ കഴിയുന്നത്, ലക്ഷങ്ങൾ കൊടുക്കേണ്ട സ്ഥലമാണ്, അതിലേക്ക് ആരൊക്കെയാണോ സദഖ നൽകുന്നത്, നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചോനെ, മരിച്ചു പോകുമ്പോ കൊണ്ടുപോകാൻ കഴിയാത്ത ഞങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഒരു വലിയ ഭാഗം ഞങ്ങളിതാ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ നാട്ടിലെ മക്കൾക്ക് ഖുർആൻ പഠിക്കാൻ വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ ആരാണെന്ന് പഠിക്കാൻ വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടി ഞങ്ങളിതാ മാറ്റിവെക്കുന്നു. അല്ലാ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ കബൂലാക്കണേ റഹ്മാനെ.